അവിടുന്ന് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് പാപപരിഹാര ബലിയായി, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി അവിടുന്ന് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ ഈശോ മിശിഹ 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി പരിശുദ്ധാത്മശക്തിയാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അവിടുന്ന് 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന് ശേഷം 3 വർഷത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് താൻ ദൈവമാണെന്നും ഏകരക്ഷകനാണെന്നും എല്ലാ മനുഷ്യരുടെയും രക്ഷ സാധ്യമാകുന്നത് തന്നിലൂടെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനായിട്ട്, എല്ലാ മനുഷ്യരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് അവിടുന്ന് കാൽവരി കുന്നിൻ്റെ മുകളിൽ 3 ആണിമേൽ തൂക്കപ്പെട്ട് അവിടുന്ന് തൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ രക്തം ചിന്തി എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായി തൻ്റെ ജീവൻ അർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് വരെ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരുടെയും, ഇനി യുഗാന്ത്യം വരെ ജനിക്കുവാനിരിക്കുന്ന സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായിട്ടാണ്, ആ എല്ലാ മനുഷ്യജാതിയുടെയും പാപഭാരം ചുമന്നാണ് കാൽവരി കുന്നിൻ്റെ മുകളിൽ കർത്താവ് ഈശോ മിശിഹ കുരിശു മരണം വഹിച്ചത്. നമ്മെല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വജീവൻ ബലിയർപ്പിച്ച ദൈവം, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ദൈവം, പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പേരാണ് ഈശോ മിശിഹ. പ്രിയമുള്ളവരെ, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. തിരുവചനം പറയുന്നു, കുരിശിലെ ബലി വഴി ഈശോ മിശിഹ നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാൻ വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.